ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കപ്പയും കരിമീനും കിട്ടിയിട്ടുണ്ട്. ഇന്ന് കടമ്പനാട് ചന്ത ദിവസമായിരുന്നു. ചൊവ്വയും വെള്ളിയാണ് കടമ്പനാട് ചന്ത ദിവസം. അപ്പോൾ ഇന്ന് ക്ലാസ് എടുത്തിട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ചന്തയിലൊന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അവിടെ വലിയ കുഴപ്പമില്ലാത്ത വിലയിൽ നമുക്ക് കുറച്ച് കരിമീൻ കിട്ടി. അപ്പോൾ പിന്നെ കുറച്ച് കപ്പയും കൂടെ അങ്ങ് വാങ്ങിച്ചു. കരിമീൻ കുറച്ച് നമുക്ക് തേങ്ങ വറുത്തരച്ച് കറി വെക്കണം. അതേപോലെ തന്നെ കുറച്ച് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വാഴയിലയിലൊന്ന് പൊള്ളിച്ച് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ചീനി വേവിക്കണം. ചീനി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചീനി എന്ന് പറയും, പലയിടത്തും കപ്പയെന്നൊക്കെയാണ് പറയുന്നത്. കൊല്ലക്കാരെ സംബന്ധിച്ച് ചീനിയും മീനും എന്ന് പറയുന്നത് അവരുടെ ഡെയിലി മെനുവിൻ്റെ ഒരു ഭാഗമാണ്. ചില കാര്യങ്ങളെ നമ്മൾ ഉള്ളി പൊളിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ കാര്യം എന്നൊക്കെ പറയും. പക്ഷേ ഈ ഉള്ളി പൊളിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. മാതാശ്രീയാണ് മീൻ വെട്ടുന്നത്. കരിമീനുമായിട്ടുള്ള മൽപ്പിടുത്തം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അമ്മിണി അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അല്ല, അമ്മിണി ആരാന്നറിയാലോ, നമ്മുടെ വീട്ടിലെ പൂച്ചമ്മയാണ് അമ്മിണി. സാധാരണ മീനെക്കാട്ടി കുറച്ചുകൂടെ പാടാണെന്ന് തോന്നുന്നു കരിമീൻ വൃത്തിയാക്കുന്നത്, അല്ലേ? അമ്മിണിക്ക് നമ്മൾ മീനിൻ്റെ മുള്ളൊന്നും കൊടുക്കത്തില്ല. ഈ ചെകിളയും പിന്നെ അതിനകത്തുള്ള വേസ്റ്റും ഒക്കെ മാത്രമേ കൊടുക്കത്തുള്ളൂ. മുള്ളൊന്നും നമ്മൾ കൊടുക്കത്തില്ല. നമ്മളും മീൻ വെട്ടുമെങ്കിലും അമ്മമാർ മീൻ വെട്ടുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അമ്മ മീൻ വെട്ടുന്നിടത്ത് പോയിരുന്നത് കാണാനും അമ്മയോട് ആ സമയത്തിരുന്ന് കാര്യം പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇവിടെ ഇരുന്ന് മീൻ വെട്ടട്ടെ, നമുക്ക് ആ സമയം കൊണ്ട് മീൻകറിയുടെ അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയോടൊപ്പം നമ്മൾ ചെറുള്ളിയും കറിവേപ്പിലയാണ് ആദ്യം വറക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ വറക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. പോരെങ്കിൽ മുറ്റത്ത് നല്ല വെയിലും ആയിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, മുറ്റത്തിരുന്ന് തന്നെ വറക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മിണിക്ക് കനത്ത പോളിങ്ങാണ്. അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക അമ്മിണി. അമ്മിണി നമ്മുടെ വീട്ടിലുള്ള ആളൊന്നും അല്ല കേട്ടോ, അടുത്തേതോ വീട്ടിലെയാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ആളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് ചുവപ്പ് നിറമായി വരുന്നുണ്ട്. നമ്മളിങ്ങനെ കൈതോരാതെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ്. നമ്മൾ കൈതോരാതെ തേങ്ങ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പം നമ്മളുടെ തേങ്ങ ഒരുവിധം ഒന്ന് മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നമ്മൾ ഈ ഒരു തേങ്ങയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് തീയിട്ട് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിങ്ങനെ ഇറക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചീനച്ചട്ടിയുടെ ചൂടിൽ തേങ്ങ കരിഞ്ഞു പോകും. കണ്ടില്ലേ, തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം നല്ല വെയിലായി. ഇനിയിപ്പം വീണ്ടും നമ്മളുടെ അടുപ്പ് ഷിഫ്റ്റ് ചെയ്ത് പാല് കാച്ചി നടത്തേണ്ടി വരും. മീൻകറി വെക്കുന്നതൊക്കെ നമ്മൾ മുമ്പും കാണിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് മീൻ കറി വെക്കുന്നത് കാണിക്കുന്നില്ല. തൽക്കാലം വാഴയിലയിൽ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തു. നാരങ്ങാനീര് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അത് ചേർത്തില്ല. അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻകുട്ടന്മാരെ ഇതിലങ്ങ് പൊതിഞ്ഞ് വെക്കാം. ഈ സമയം കൊണ്ട് അമ്മയുടെ മീൻകറി സെറ്റാക്കുന്നുണ്ട്. ഈ ഉപ്പും അരപ്പും ഒക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻകറിയും അടപ്പയിലിരുന്ന് സെറ്റാവുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചീനിയുടെ പരിപാടി നോക്കാം. ചീനി പൊളിക്കണം. ഇത് നന്നായിട്ട് വേവുന്ന ചീനിയാണോന്നൊന്നും അറിയില്ല. എന്തായാലും ചന്തയിൽ കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിയതാണ്. അപ്പം അമ്മയുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചീനി അരിയുക. നമ്മളിങ്ങോട്ടൊക്കെ ചീനി അരിയുന്ന രീതി ഇങ്ങനെയാണ്. അതൊരു ത്രികോണാകൃതിയിൽ ഇങ്ങനെ മുറിഞ്ഞ് വീഴും. അപ്പം വേവിൻ്റെ അനുസരിച്ച് കനം കൂട്ടിയും കനം കുറച്ചും നമ്മളിങ്ങനെ തന്നെ അരിയുന്നത്. ഈ സമയം കൊണ്ട് നമ്മളുടെ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. തേങ്ങ വറുത്തരച്ച മീൻകറിയും കപ്പ വേവിച്ചത് ഒരു വെറൈറ്റി കോമ്പിനേഷനാണ്. ഇനി അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന മീൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. മീൻകറിയൊക്കെ അമ്മയുടെ സെഷനും മീൻ പൊള്ളിക്കുന്നത് എൻ്റെ സെഷനുമാണ്. മീൻ വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ ഉള്ള ഒരു ശബ്ദം കേൾക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പം നല്ല മണവും വരുന്നുണ്ട് മീൻ പൊരിക്കുന്നതിൻ്റെ. ഇനി ഇതിങ്ങനെ അടുന്ന് രണ്ടു പേരും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ സമയം കൊണ്ട് അമ്മ അടുക്കളയിൽ ചീനി വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. മീൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഈ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തക്കാളി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങാപ്പാൽ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ കട്ടിപ്പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ മീൻ വറുത്ത് കോരിയ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ അത്രയും വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയാണ് വേറെ എടുക്കാതിരുന്നത്. അപ്പോൾ ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിയിലെ വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞ് നന്നായിട്ട് വഴന്നു വരും. അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും വാടി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വീഡിയോ എടുക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഷെയ്ക്കായി പോകുന്നത്. തക്കാളിയുടെ വെള്ളവും വലിഞ്ഞ് നന്നായിട്ട് വഴന്നു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പം തക്കാളിയും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. പൊടിവർഗ്ഗങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവിയുടെ എല്ലാ ഭാഗത്തും തേങ്ങാപ്പാൽ നന്നായിട്ട് പിടിച്ച് സെറ്റായി വരേണ്ടതായിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടി അടുപ്പിൽ വെച്ച് തീയിടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചട്ടി ഇറക്കുകയാണ്. ഇനി നമ്മൾ വാഴയില വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഗ്രേവി കുറേശ്ശെ കോരി വെക്കണം. നമ്മൾ ആദ്യമേ ഒരു ലെയർ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഞാൻ ചേർത്ത തേങ്ങാപ്പാൽ ഒരു അല്പം കൂടുതലായി പോയോ എന്നൊരു ചെറിയ സംശയം. ഇനി ഈ ഗ്രേവി നന്നായിട്ട് പരത്തിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു ലെയർ കൂടി ഗ്രേവി അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കണം. മീനിനെ നന്നായിട്ടങ്ങ് പൊതിയണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഓൾറെഡി നമ്മൾ ഗ്രേവിയിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ആഡംബരത്തിന് ഈ മീനിൻ്റെ ഗ്രേവിയുടെ മുകളിലൊരു കറിവേപ്പില തണ്ട് കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയില വാട്ടി തന്നെ എടുക്കേണ്ടുന്നത്. എനിക്കൊരു അബദ്ധം പറ്റി. ആദ്യം ഞാൻ വാഴയില വാട്ടാതെയാണ് ഇതേപോലെ ഗ്രേവിയും ഫിഷും ഒക്കെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഇല പൊട്ടിപ്പോയി. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പൊതിഞ്ഞെടുത്ത ശേഷം നമ്മൾ ആ വാഴയിലയുടെ ബാക്കിലുള്ള തണ്ടില്ലേ, ആ തണ്ട് ചെറുതായിട്ട് കീറിയിട്ട് ആ നാര് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ആ പൊതി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. എന്നാൽ കെട്ടധികം ടൈറ്റായി പോകാനും പാടില്ല. ഇനി ഇത് നമ്മൾ അടുപ്പിൽ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ചീനച്ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിയണം. അപ്പോൾ ഒരു സൈഡ് അവിടെ കിടന്ന് മൊരിയട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ചീനി എന്തായെന്ന് പോയി നോക്കിയിട്ട് വരാം. ചീനി നമ്മളുടെ അടുക്കളയിലെ അടുപ്പിലാണ് വെച്ചത്. അതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള ചീനിയാണ്. എന്തായാലും നമ്മൾ അരിഞ്ഞത് കറക്റ്റ് പാകം തന്നെ ആയിരുന്നു. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടണം. ഇത് ഈ തിരിച്ചിട്ട് ഇല ഇങ്ങനെ പൊള്ളിയിരിക്കുന്നത് കാണുമ്പം എനിക്ക് ഓട്ടട ഉണ്ടാക്കുന്ന അതാണ് ഓർമ്മ വരുന്നത്. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ആ ഗ്രേവി ഫിഷിൽ നന്നായിട്ട് പിടിക്കണം. ചിലർ ഗ്രേവിയിൽ കായപ്പൊടി ചേർക്കുന്നത് കാണാം. പക്ഷേ എനിക്ക് കായം അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കായവും അങ്ങ് ഒഴിവാക്കി. കുറച്ച് ചൂടായപ്പോഴത്തേക്കും ആ പൊതിയിൽ നിന്ന് ഉള്ള തേങ്ങാപ്പാലൊക്കെ ഉരുകി വെളിച്ചെണ്ണയായിട്ട് ചട്ടിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് നമ്മൾ ഒരുപാട് തീ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. കണ്ടില്ലേ, ഈ സമയം നമ്മളുടെ ഗ്രേവിയിൽ നിന്നുള്ള എണ്ണ നന്നായിട്ട് ചട്ടിയിലേക്ക് ഊർന്നു വീണിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ പൊതിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ആ പൊതി അങ്ങോട്ട് ഇളക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട്. പൊതി ഇളക്കിയ പാടെ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൂടി ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയതാണ്, കൈ പൊള്ളി.
അപ്പോൾ ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഗ്രേവിയും ഫിഷും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ലൊരു മണം ഈ സമയത്ത് വരുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചൂട് നന്നായിട്ട് മാറിയിട്ടില്ല. എങ്കിലും നമ്മൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഫിഷ് ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ സ്വർഗ്ഗമാണ്. ഞാൻ വീഡിയോ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കപ്പയും കരിമീൻ കറിയും കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതും ഇവിടെ സെറ്റായിരിക്കുകയാണ്. നമുക്കിനി ഇത് കഴിക്കണം. ഇപ്പോൾ തന്നെ നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.